പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴെ വീഴും. 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 3-ാമതാകും. LDF തുടർഭരണം തുടരുമെന്നും അതോടെ കോൺഗ്രസിന്റെ അധോഗതിയായിരിക്കുമെന്നും പാലോട് രവി പറഞ്ഞു. കോൺഗ്രസിലുണ്ടെന്ന് പറയുന്നവർ BJPയിലേക്കും മറ്റേതെങ്കിലും പാർട്ടികളിലേക്കും പോകുമെന്നും DCC അധ്യക്ഷൻ കൂടിയായ പാലോട് രവി വ്യക്തമാക്കുന്നു. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നു? അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. അത് ഉറപ്പാണ്. എന്തിനാണ് സുധാകരന് നമ്മുടെ 40 സ്ഥാനമില്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു തന്നാണ്? ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ? രമണിക്ക് എത്ര സ്ഥാനങ്ങളാ? അതെ, നീ അങ്ങനെ പറ. ഇത് ഒരാളിന്റെ പേര് പറ. ആനക്കുഴി ഷാനവാസ് എത്ര സ്ഥാനങ്ങളാ? സത്യം. നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കൂ. സത്യം. വാർഡിലെ സകല വീടുകളുമായും ബന്ധമുണ്ടാകണം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു നോട്ടീസും അടിച്ച് വീട്ടിൽ ചെന്നാൽ ഒരുത്തനും വോട്ട് ചെയ്യില്ല. ഇപ്പോഴേ ഓരോ വീട്ടിലും ചെന്ന് പരാതികൾ കേട്ട് പരിഹാരവും ചങ്ങാത്തവും ഉണ്ടാക്കണമെന്നും പാലോട് രവി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് പാർട്ടിയിലെ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞത്. ഇതോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു പ്രവർത്തകനോട് ഫോണിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണമാണ് വിവാദമായത്. ആ വിവാദ ഫോൺ സംഭാഷണം പുറത്തായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാലോട് രവി തയ്യാറായിട്ടില്ല. പാലോട് രവിയെ ഫോണിൽ വിളിച്ച് വിശദാംശങ്ങൾ ചോദിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പരിപാടികളിലായിരുന്നു. ഞാൻ നേരത്തെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു. നേതാക്കന്മാരെല്ലാം ഓരോ പരിപാടികളിലാണ്. ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ AICC നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള നടപടിയെടുത്തു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തായത് പാർട്ടിക്ക് തലവേദനയായിരിക്കുന്നത്. KPCC നേതൃത്വത്തിന് വിവാദ പരാമർശത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയെ പാലോട് രവി നാണം കെടുത്തിയെന്നും മാധ്യമങ്ങളോടുള്ള വിശദീകരണത്തിലും നേതൃത്വത്തിന് തൃപ്തിയില്ലെന്നുമാണ് വിവരം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.